കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പഠിപ്പിക്കുന്ന വിഷയങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംശയം ചോദിക്കുകയും പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയും ചെയ്യുക. ദൈവവചന ഭാഗങ്ങൾ വായിക്കുവാൻ പറഞ്ഞാൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കുക. അപ്പോൾ തന്നെ ഒന്നിലധികം പേര് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കുന്നെങ്കിൽ ഒരാളെ പെട്ടെന്ന് അങ്ങ് മ്യൂട്ട് ചെയ്യുക. പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പോൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞപ്പോൾ ആ സഹോദരിക്ക് അത് പുതിയതായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആട്ടെ, നിങ്ങളെ എല്ലാവരെയും ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ വിഷയം പഠിക്കുവാൻ, ശ്രദ്ധയോടെ പഠിക്കുവാൻ, നോട്ട്സ് എഴുതി എടുക്കുവാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും. ഈ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും എന്ന വിഷയമാണ്. യേശു ദൈവമാണ്, അപ്പോൾ തന്നെ മനുഷ്യനാണ്. യേശു യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ ട്രൂ ഗോഡ് ആൻഡ് യഥാർത്ഥ മനുഷ്യൻ, ട്രൂ മാൻ. യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായിരുന്ന യേശു, അതാണ് നമ്മൾ വിശ്വസിക്കുന്ന യേശു. സന്തോഷിന്റെ മൈക്ക് ഇപ്പോൾ അൺമ്യൂട്ട് ആയിരുന്നു, അതാണ് അദ്ദേഹം ശ്വാസം എടുത്തതൊക്കെ ഇവിടെ കേട്ടത്. യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു. ചിലർ പറയും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു. തെറ്റില്ല, എങ്കിലും കൂടുതൽ ശരിയായത് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായിരിക്കുന്നു. യേശു എന്ന നാമം യഹോഷുവ എന്ന എബ്രായ നാമമാണ് രൂപപ്പെട്ട് യേശു എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ പേരായിരിക്കുന്നത്. യഹോഷുവ, ക്ലാസിക്കൽ ഹീബ്രുവിൽ യഹോഷുവ എന്നാണ് യേശു എന്ന പേരിന്റെ പൂർണ്ണ രൂപം. യഹോഷുവ എന്ന പേരിൽ ചുരുക്കെഴുത്താണ് യോശുവ എന്ന് പറയുന്നത്. യോശുവ എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ, മോശയുടെ ശിഷ്യനായിരുന്ന മോശയോട് കൂടെ നടന്ന യോശുവ. ഹോഷിയ എന്നായിരുന്നു യോശുവയുടെ പേര്. മോശ അത് യഹോഷുവ എന്നാക്കി. യോശുവ എന്നുള്ള പേര് യഹോഷുവ എന്നുള്ള പേരിന്റെ ചുരുക്കെഴുത്താണ്. യഹോഷുവ എന്നുള്ള പേര് യഹോ ഷുവ എന്നീ രണ്ട് എബ്രായ പദങ്ങളുടെ സംയോജന രൂപമാണ്. യഹോ എന്നും ഷുവ എന്നുമുള്ള രണ്ട് പദങ്ങളുടെ സംയോജന രൂപമാണ് യഹോഷുവ. യഹോ എന്ന് ഉച്ചരിക്കുന്നത് എബ്രായ ഭാഷയിൽ യോദ് ഹേ വൗ ഹേ എന്ന് പറയുന്ന 4 എബ്രായ അക്ഷരങ്ങൾ, കൺസണൻസ് ആണ്. എബ്രായ ഭാഷയിൽ, ഏൻഷ്യന്റ് ഹീബ്രുവിൽ അവര് ആ കൺസണൻസ് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്, വവൽസ് ഇല്ലായിരുന്നു. അപ്പം 4 എബ്രായ അക്ഷരങ്ങളാൽ ദൈവനാമം സംയോജിപ്പിക്കുന്ന അതിന്റെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത രൂപമാണ് YHWH എന്ന് നമ്മൾ പലയിടത്തും കാണുന്നത്. അതിന് ആ ടെട്രാഗ്രാമറ്റോൺ എന്നാണ് പറയുന്നത്. ടെട്രാഗ്രാമറ്റോൺ എന്ന് പറഞ്ഞാൽ 4 ലെറ്റേഴ്സ് എന്നേ ഉള്ള ലിറ്ററൽ മീനിങ്. ദൈവനാമമായിട്ട് ഉപയോഗിക്കുന്ന ആ 4 അക്ഷരങ്ങളാണ് ടെട്രാഗ്രാമറ്റോൺ. YHWH എന്നോ ചിലയിടത്ത് VH എന്ന് എഴുതും. വൗ എന്നുള്ളതിന്റെ ട്രാൻസ്ലിറ്ററേഷൻ ആയിട്ട് V എന്നോ W എന്നോ എഴുതും. അധികവും YHWH എന്നാണ് കാണുന്നത്. അപ്പൊ യോദ് ഹേ വൗ ഹേ എന്ന 4 എബ്രായ അക്ഷരങ്ങളാൽ ദൈവനാമം പ്രസ്താവിച്ചിരിക്കുന്നതായിട്ടാണ് തിരുവെഴുത്തുകളിൽ, പുരാതന തിരുവെഴുത്തുകളുടെ മാനുസ്ക്രിപ്റ്റുകളിലൊക്കെ കാണുന്നത്. അങ്ങനെയാണ്. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? വവൽസിലെ അത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയത്തില്ല.
എബ്രായരെ സംബന്ധിച്ചിടത്തോളം ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്നുള്ള ഒരു കൽപ്പനയുണ്ട്. അവരതിനെ വികലമായി ചിന്തിച്ചിട്ട് ഈ പദം അവർ ഉച്ചരിക്കുകകൂടിയില്ലായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് യോദ് ഹേ വോ ഹേ എന്നുള്ള ആ നാമം, അതിപരിശുദ്ധമായ നാമം തങ്ങളുടെ നാവിൽ എടുക്കുവാൻ പാടില്ല എന്ന് യഹൂദന്മാർ വിശ്വസിച്ചു പോന്നു. അവര് എലോഹീം എന്നും മറ്റുമാണ്, ദൈവത്തിന്റെ മറ്റ് വിശിഷ്ട നാമങ്ങളൊക്കെയാണ് അവര് സാധാരണ ഉപയോഗിച്ചിരുന്നത്. അഡോണായി എന്നും ഒക്കെ അവർ പറഞ്ഞു പോന്നിരുന്നു. അങ്ങനെ അത് ഉച്ചരിച്ചു കൂടാതെ അവരിങ്ങനെ പവിത്രനാമമായി പറഞ്ഞ തലമുറകൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് വെളിപ്പെടുത്തിയ വിശിഷ്ട നാമത്തിന്റെ ഉച്ചാരണം എന്താണെന്ന് പോലും അവർക്ക് അറിയാതെയായി. സർവശക്തനായ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ തന്റെ നാമം എപ്രകാരമാണ് ഉച്ചരിക്കേണ്ടത് എന്ന് വ്യക്തമല്ല. എങ്കിലും എബ്രായ പഴയ നിയമത്തിൽ കാണപ്പെടുന്ന യോദ് ഹേ വോ ഹേ എന്ന ടെട്രാഗ്രാമറ്റോൺ യഹോവ അല്ലെങ്കിൽ യാഹുവേ എന്നാകും അതിന്റെ ഉച്ചാരണമെന്ന് അനുമാനിച്ച് പറഞ്ഞ അഡോണായി എന്നുള്ള ആ പദത്തിന്റെ വൊവൽസ് ഇതിന്റെ ഇടയിൽ ചേർത്ത് അങ്ങനെ ഒരു അനുമാനം നടത്തിയെന്നാണ്. അങ്ങനെയാണ് മറ്റു ഭാഷാ പരിഭാഷകളിൽ യഹോവയെന്നോ യാഹുവേ എന്നൊക്കെയുള്ള ആ നാമം വരുവാനിടയായത്. യഹോ പ്ലസ് ഷുവ, അതാണ് യഹോഷുവ. യഹോ എന്നുള്ള പദം ഈ YHWH അല്ലെങ്കിൽ യോദ് ഹേ വൗ ഹേ എന്ന ആ നാമമാണ്. ആ നാമത്തോട് ഷുവ എന്നുള്ള നാമം കൂടെ ചേർത്ത് ടു ഡെലിവർ അല്ലെങ്കിൽ രക്ഷിക്കുക എന്നാണ് ഷുവ എന്നുള്ള ആ നാമത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥം. അപ്പോൾ യഹോവ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്നു, രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് യഹോഷുവ എന്നുള്ള ആ നാമം. അതാണ് യേശുവിന്റെ നാമമായിട്ട് വന്നത്. യഹോവ രക്ഷിക്കുന്നു. യഹോഷുവ എന്നുള്ള നാമം അരമായിക്കിൽ, അരമായിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അരമായിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഫലസ്തീൻ നാട്ടിൽ അവരുപയോഗിച്ചിരുന്ന സംസാര ഭാഷ, അവരുടെ സാധാരണക്കാരൻ കൈകാര്യം ചെയ്തിരുന്ന ഭാഷ അത് അരമായിക്കായിരുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം എബ്രായ ഭാഷ പറയുന്നത് പുരോഹിതന്മാരോ അല്ലെങ്കിൽ ചുരുക്കം അങ്ങനെ ആൾക്കാർ മാത്രമായിരുന്നു എബ്രായ ഭാഷ കൈകാര്യം ചെയ്തിരുന്നത്. അധികവും സാധാരണക്കാര് അരമായിക്കായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ അരമായിക്ക് സംസാരിക്കുന്നവരായിരുന്നു. അരമായിക്കിൽ യഹോഷുവ അല്ലെങ്കിൽ യോഷുവ എന്നുള്ളതിന് യേശുവ എന്ന് അവര് പേര് പറഞ്ഞു. യഹോഷുവ അല്ലെങ്കിൽ യോഷുവ എന്നുള്ളതിന് അരമായിക്കിൽ യേശുവ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഗലീലക്കാര്, പഴയ സ്റ്റുഡൻസിന് അറിയാം, പുതിയ ആൾക്കാർക്ക് ചിലർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്ക് അറിയാൻ വയ്യാത്തവർ കാണും. അവർക്ക് വേണ്ടി ഞാൻ പറയാം. ഫലസ്തീൻ നാട് ഇങ്ങനെ നമ്മുടെ കേരളം പോലെ തെക്ക് വടക്കായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ദേശം. ആ കേരളത്തിന്റെ ചിത്രം നിങ്ങളുടെ ഭാവനയിൽ കാണുക. കേരളം അറബിക്കടലിന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്നത് പോലെ ഫലസ്തീൻ നാട് മധ്യധരണിയാഴി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കേരളത്തിന്റെ ഒരു ചിത്രം എടുത്ത് നമ്മളെ കന്യാകുമാരി മുതൽ ഒരു എറണാകുളം വരെയുള്ള ആ സ്ഥലം അല്ലെങ്കിൽ ആലപ്പുഴ വരെയുള്ള ഒരു സ്ഥലം, അത് യഹൂദ്യ എന്ന് ചിന്തിക്കുക. അത്രയും അത് കഴിഞ്ഞ് ആലപ്പുഴ തൊട്ടങ്ങ് മലപ്പുറം വരെയോ മറ്റോ ഉള്ള പ്രദേശം ശമരിയായിട്ട് ചിന്തിക്കുക.
അതിന് വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള പ്രദേശം ഗലീലയായിട്ട് ചിന്തിക്കുക. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറഞ്ഞു, അതുകൊണ്ട് അതിന്റെ ഏരിയയോ ലെങ്തോ ഒന്നും നോക്കിയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പലസ്തീൻ നാടിന്റെ ഒരു ചിത്രം. അപ്പൊ ഈ വടക്കുള്ള ഗലീലയിലും തെക്കുള്ള യഹൂദിയയിലും യഹൂദന്മാര് അവര് പാർക്കുമ്പോൾ ഇടയ്ക്കുള്ളത് ശമരിയയാണ്. ശമരിയയിൽ പാർക്കുന്നത് സമ്മിശ്ര ജാതികളാണ്. ശമരിയയിൽ പാർക്കുന്നത് ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങള് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ അതിന്റെ ചരിത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശമരിയയിൽ പാർത്തിരുന്നത് ഒരു സമ്മിശ്ര ജാതിയായിരുന്നു. വടക്ക് ഗലീലയിലും തെക്ക് യഹൂദിയയിലുമായിരുന്നു യഹൂദന്മാര് പാർത്തിരുന്നത്. ഈ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മലയാളികൾ മാത്രം പാർത്തിരുന്നിട്ട് പോലും തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷയല്ല തിരുവല്ലായിൽ പറയുന്നത്, തിരുവല്ലായിലെ ഭാഷയല്ല തൃശ്ശൂരിൽ പറയുന്നത്, ഈ തൃശ്ശൂരും പറയുന്ന ഭാഷയല്ല കാസർഗോട്ട് പറയുന്നത്. അപ്പം ദേശങ്ങളിലേക്ക് പോകുമ്പോൾ മലയാളത്തിന് തന്നെ ഉച്ചാരണത്തിനും ചില വാക്കുകളൊന്നും നമുക്ക് തിരിച്ചറിയത്ത് പോലുമില്ല എന്താ പറയുന്നത്. അതുപോലെ അരമായിക്ക് ഭാഷയും ഗലീലക്കാരുടെ ഉച്ചാരണ രീതിയും യഹൂദിയയിലുള്ളവരുടെ ഉച്ചാരണ രീതിയും വ്യത്യസ്തമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 73-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 26-ന്റെ 73-ൽ പത്രോസ് യേശുവിനെ തള്ളി പറയുന്ന ആ സന്ദർഭത്തിൽ അവിടെ കൂടി നിന്ന ആൾക്കാർ പറയുന്നുണ്ട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവനാകുന്ന സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ. യേശുവിന്റെ അല്ലെങ്കിൽ ആ ഗലീലക്കാരനായിരുന്ന പത്രോസിന്റെ ഉച്ചാരണം യെരുശലേമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ഉച്ചാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ ഗലീലിയൻ അക്സെന്റ് അരമായിക്കൽ അല്പം വ്യത്യാസമുണ്ടായിരുന്നു. അതിന്റെ വ്യത്യാസം, ഒരു പ്രധാന വ്യത്യാസം, ഗലീലക്കാർ അവരുടെ വാക്കുകളുടെ അവസാനമുള്ള അയിൻ എന്ന വവ്വൽ ഉച്ചരിക്കാറില്ലായിരുന്നു. അയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്ന് പറയുന്ന ആ ശബ്ദം, ആ എന്ന ശബ്ദം കൊടുക്കുന്ന വവ്വൽ അയിൻ, അവര് ഗലീലക്കാർ അത് ഉച്ചരിക്കാറില്ലായിരുന്നു. അപ്പോൾ യഹൂദിയയിലുള്ളവരുടെ ഉച്ചാരണത്തിന് പ്രകാരം യേശുവ ആയിരുന്നത്, ഗലീലക്കാരുടെ ഉച്ചാരണത്തിൽ അത് യേശു ആയി മാറി. ആ ശബ്ദം വന്നില്ല, യേശു എന്നായി മാറി. ഗ്രീക്ക് ഭാഷയിൽ യേസൂസ് എന്ന് ഗ്രീക്കുകാര് പറഞ്ഞു, യേസൂസ് എന്ന് ഗ്രീക്കുകാര് പറഞ്ഞു. പിന്നീട് അത് ലാറ്റിനില് ഈസൂസ് ആയി, ഇംഗ്ലീഷിൽ ജീസസ് ആയി, മോഡേൺ ഇംഗ്ലീഷിൽ ജീസസ് എന്നായി മാറുവാൻ ഇടയായി. നമ്മൾ മലയാള ഭാഷക്കാര് യേശു എന്നുള്ള ആ നാമമാണ് പറയുന്നത്. യഹോഷുവ എന്നാണ് ക്ലാസിക്കൽ ഹീബ്രുവിൽ ആ പേര്. അതിന്റെ അർത്ഥം ദൈവം അഥവാ യഹോവ രക്ഷിക്കുന്നു, യഹോവ എന്ന് പറയുന്ന ദൈവം. അപ്പൊ ആ പേരിന്റെ ഒറിജിൻ സംബന്ധിച്ച്, യേശു എന്നുള്ള പേരിന്റെ ഒറിജിൻ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുവാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. യഹോവ രക്ഷിക്കുന്നു. നമുക്കറിയാം, മറിയോട് ദൂതൻ പറയുമ്പോൾ അവൾക്കുണ്ടാകുവാൻ പോകുന്ന മകനെ പറ്റി പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1:21 പറയുന്ന യോസഫിനോടാണ് പറയുന്നത്. യോസഫിനോട് സ്വപ്നത്തിൽ ദൂതൻ പറയുന്നത് എന്താണ്? അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. അപ്പോൾ യേശു യഹോശുവയാണ്, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എഴുതിയെടുക്കുകയും ചെയ്യാം. യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു. ആദിമസഭാവിശ്വാസികൾ, അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ യേശുവിനെ യഥാർത്ഥ ദൈവവും
യഥാർത്ഥ മനുഷ്യനുമായി അംഗീകരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. 3-ാം നൂറ്റാണ്ടോട് കൂടിയാണ് സഭയിൽ വ്യത്യസ്തമായ വേദവിരുദ്ധ അല്ലെങ്കിൽ വചനവിരുദ്ധ അഭിപ്രായങ്ങൾ, ഫിലോസഫിക്കൽ തോട്ട്സ്, ഗ്രീക്ക് ഫിലോസഫിക്കൽ തോട്ട്സിന്റെ അതിപ്രസരമുണ്ടായത്. 1-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നെന്നല്ല പറയുന്നത്, 1-ാം നൂറ്റാണ്ടിൽ തന്നെ നോസ്റ്റിസിസത്തിന്റെയും മറ്റും ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും മറ്റും എഴുതുന്നത്, തത്വചിന്തകളെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ഒരു 3-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ദൈവസഭയിൽ വ്യത്യസ്തമായ വചനവിരുദ്ധമായ ഫിലോസഫിക്കൽ തത്വശാസ്ത്രങ്ങൾ അത് യേശുവിന്റെ ദൈവത്വ മനുഷ്യത്വ ഐക്യത്തെ പറ്റി ഉള്ള ചിന്തകളായി ഉടലെടുത്തു, അല്ലെങ്കിൽ അത് നാം വിട്ടു വളർന്നു. യേശുവിന്റെ ദൈവത്വ മനുഷ്യത്വ ഐക്യത്തെ സംബന്ധിച്ചുള്ള തത്വചിന്തകൾ ഉടലെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നായിരുന്നു ഏരിയനിസം എന്ന് പറയുന്ന ഒരു തത്വചിന്ത. ഏരിയനിസം, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ARIANISM എന്ന് എഴുതാം. ഏരിയനിസം. ആര്യസ് എന്നോ ഏരിയസ് എന്നോ ആയിരിക്കാം പറയുന്ന അലക്സാണ്ട്രിയയിലെ ഒരു പ്രസ്ബിറ്ററാണ് ഏരിയനിസം എന്ന തത്വചിന്തയുടെ ഉപജ്ഞാതാവ്. യേശുവിന്റെ ദൈവത്വത്തെക്കാൾ യേശുവിന്റെ മനുഷ്യത്വത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തത്വചിന്തയായിരുന്നു ഏരിയനിസം. ദൈവത്വത്തെക്കാൾ മനുഷ്യത്വത്തിനായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത് ഏരിയനിസം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് സ്വീകാര്യമല്ല. അത് ആദിമസഭ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. പിന്നീടൊരു ചിന്ത, കോൺസ്റ്റാന്റിനോപ്പിളിലെ പാട്രിയാർക്കായിരുന്ന നെസ്റ്റോറിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ കൊണ്ടുവന്ന ഒരു തത്വചിന്തയാണ് നെസ്റ്റോറിയനിസം. NESTORIANISM. നെസ്റ്റോറിയനിസം യേശുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ ബന്ധപ്പെടാതെ വ്യത്യസ്തമായി യേശുവിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തത്വചിന്തയായിരുന്നു. ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്, എന്നാൽ അവ തമ്മിൽ ചേരുന്നില്ല. ഒരു ഡിസ്യൂണിയൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഡിവൈൻ നേച്ചേഴ്സ് ഓഫ് ജീസസ്. നെസ്റ്റോറിയനിസം എംഫസൈസ് ചെയ്തത് ഡിസ്യൂണിയൻ ബിറ്റ്വീൻ ദ ഹ്യൂമൻ ആൻഡ് നേച്ചേഴ്സ് ഓഫ് ജീസസ്. യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ബന്ധപ്പെടാതെ വ്യത്യസ്തമായി യേശുവിൽ ഉണ്ടായിരുന്നു എന്ന ഒരു തത്വചിന്ത. അത് ഒരു തരത്തിലൊരു ഹെറസിയായിരുന്നു. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയണം. പുരാതനമായ പല തത്വചിന്തകളും അല്ലെങ്കിൽ പല ഹെറസീസ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ളവയാണെങ്കിൽ പോലും അതൊക്കെ വലിയ ആഴമായ ഫിലോസഫിക്കൽ തോട്ട്സ് ആണ്. ഇതിന്റെ പഠനം നടത്തുമ്പോൾ കണ്ടിട്ടുണ്ട്, അവരുടെയൊക്കെ ആ ബൈബിളിലെ വാക്കുകളെ പോലെ, വാക്കുകളെ കീറി മുറിച്ച് അവര് ചിന്തിച്ചിരുന്നോ പഠിച്ചിരുന്നോ എന്ന് കാണുമ്പോൾ ഹെറസീസ് ആയിരുന്നെങ്കിൽ പോലും അവരോടൊക്കെ, ആ ഹെററ്റിക്സ് ആയിട്ടുള്ള ഫിലോസഫേഴ്സിനോട് വലിയ ബഹുമാനം തോന്നിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പല ഹെറസീസും വരുന്നത് വെറും ബുദ്ധിശൂന്യമായ വാചക കസർത്തുകൾ, തട്ടിപ്പിന്റെ വാചകങ്ങളായിട്ട് ജനത്തെ ആകർഷിക്കുവാനുള്ള ഉപരിപ്ലവമായ പല വാചക കസർത്തുകളാണ് ഇന്ന് വരുന്നത്. ദൈവവചനം പഠിച്ചിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി 3 പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട്, അത് വളരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ഞാൻ യേശുവിന്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുവാനുള്ളത് ആമുഖമായി പറയുന്നതാണ്. ചില ഇസങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ പേടിച്ച് ഇതൊക്കെ കട്ടിയാണ് എന്ന് പറഞ്ഞ്
ഇത് കഠിനോപദേശമെന്നും പറഞ്ഞ് ആ കഫർന്നഹൂമിൽ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പോയ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഉപേക്ഷിച്ചിട്ട് ചിലർ പോയതുപോലെ എല്ലാവരും ഈ ക്ലാസ്സിൽ നിന്ന് ഇനിയും മതി എന്ന് വെക്കരുത്. ഇനിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതെന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുവാനുള്ള ആമുഖമായ ചില കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട, എന്നാൽ ഇത് അറിഞ്ഞിരിക്കണം. 3 പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഡയോഫിസിറ്റിസം, മോണോഫിസിറ്റിസം, മിയാഫിസിറ്റിസം. സ്പെല്ലിംഗ് പറയാം. ഡയോഫിസിറ്റിസം എന്ന് പറയുമ്പം DYO PHY SITISM. DYO PHY SITISM. മോണോഫിസിറ്റിസം MONO, ബാക്കി ഫിസിറ്റിസം സെയിം തന്നെ. MONO കഴിഞ്ഞിട്ട് ഫിസിറ്റിസം. അടുത്തത് മിയാഫിസിറ്റിസം, MIA പിന്നെ ഫിസിറ്റിസം. ഇങ്ങനെ 3 അല്ലെങ്കിൽ മൂന്നിലധികമുണ്ട് പ്രധാനപ്പെട്ട 3 ചിന്തകൾ യേശുവിന്റെ ജഡപ്രകൃതത്തോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് പറയുവാൻ കാരണം ഇതിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഇന്നത്തെ ക്രിസ്തീയ സഭകളിൽ വിശ്വാസമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റോളജിയെ സംബന്ധിച്ച് യേശുവിന്റെ ജഡപ്രകൃതം സംബന്ധിച്ചും ഡയോഫിസിറ്റിസമോ മോണോഫിസിറ്റിസമോ മിയാഫിസിറ്റിസമോ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഉൾപ്പെടെ ഇന്നത്തെ ക്രിസ്തീയ സഭകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ടൊന്ന് ചുരുക്കമായി പറഞ്ഞു പോകാം. ചുരുക്കം വാക്കുകളിൽ അതൊന്ന് പരിചയപ്പെടുത്തി പോകാം. ഒന്നാമത്തേത് ഡയോഫിസിറ്റിസം അല്ലെങ്കിൽ ദ്വിസ്വഭാവവാദം എന്ന് ഞാൻ ഇന്ന് അതിന്റെ മലയാളം വാക്ക് എവിടെയോ കണ്ടു. ദ്വിസ്വഭാവവാദം, അത് കറക്റ്റ് ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഡയോഫിസിറ്റിസം, ഗ്രീക്കിൽ ഡയോഫിസിറ്റിസ്മോസ് എന്നാണ് പറയുന്നത്. ഡയോ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഡയോ? ജോൺസൺ സാർ ഫിസിക്സ് കോളേജിൽ പഠിച്ചത് 2 ഞാൻ മുഖം കാണുന്ന ആൾക്കാരുടെ പേരെന്നൊക്കെ ചിലപ്പോ പറഞ്ഞു തന്നിരിക്കും. മുഖം കണ്ടില്ലെങ്കിൽ എനിക്ക് പേര് പറയാനൊക്കത്തില്ല. ഇപ്പൊ പറഞ്ഞ ടിപ്സൺ ആണ്, എനിക്ക് ശബ്ദം കൊണ്ടറിയാം. ഓക്കെ. ഡയോ എന്ന് പറഞ്ഞാൽ 2, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നേച്ചർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്നാണ്. പ്രകൃതം, സത്ത എന്നൊക്കെയാണ്. നേച്ചർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്നാണ്. അപ്പം ക്രിസ്ത്യൻ തിയോളജിയിൽ ഡയോഫിസിറ്റിസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉള്ളടങ്ങിയിട്ടുണ്ടെന്ന ചിന്തയാണ്. ദൈവത്വവും മനുഷ്യത്വവും, ഒരു സത്തയിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. ഇത് പറയാൻ കാരണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ കാരണം, യേശുവിന്റെ ദൈവത്വത്തെ മാത്രം എംഫസൈസ് ചെയ്യുന്ന ചില ഹെറസീസ് ഉണ്ട്. യേശുവിന്റെ മനുഷ്യത്വത്തെ മാത്രം എംഫസൈസ് ചെയ്യുന്ന ചില ഹെറസീസ് ഉണ്ട്. രണ്ടും അപകടമാണ്. രണ്ടും ഒരുപോലെ തന്നെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഡോസിറ്റിസം പോലുള്ള ഹെറസീസ്, ഡോസിറ്റിസം ശരിക്കും മോണോഫിസിറ്റിസത്തിന്റെ ഒരു വകഭേദമാണ്. ഡോസിറ്റിസം എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം നിങ്ങൾക്കത് പഠിക്കാനുണ്ടായിരുന്നു ഏതോ സബ്ജക്റ്റിൽ, അല്ലേ? ആരോ ഇവിടെ എന്നോട് ഡോസിറ്റിസത്തെ പറ്റി സമാചരിത്രം പഠിച്ചപ്പോ നിങ്ങൾക്ക് അസറിയ സാർ പഠിപ്പിച്ച ഞാൻ കേട്ടതാണ്. ആ ക്ലാസ്സില് ഞാനത് കേട്ടതാണ്. ഡോസിറ്റിസം എന്നുള്ള വാക്ക് ഡൊക്കെയിൻ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. ഡൊക്കെയിൻ എന്ന് പറഞ്ഞാൽ ടു അപ്പിയർ എന്നാണ്. അപ്പിയർ എന്നാണ്, അങ്ങനെ കാണപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഡോസിറ്റിസം പഠിപ്പിക്കുന്നത് ഇതാണ്. യേശുവിന്റെ ജഡപ്രകൃതം ഒരു മായയാണ്, യേശു ദൈവം മാത്രമാണെന്ന് പഠിപ്പിച്ചിരുന്നു. അത് പറയുമ്പോൾ പ്രായശ്ചിത്തയാഗത്തെയും എല്ലാം കേൾക്കുമ്പോൾ ആ ദൈവത്വത്തെ അങ്ങ് കൂടുതൽ അങ്ങ് എംഫസൈസ് ചെയ്യും. പക്ഷെ മനുഷ്യത്വം വെറും മായയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെല്ലാം പറ്റിച്ച് കളിപ്പിച്ച് കടന്നു എന്നുള്ള ചിന്തയാണ് വരുന്നത്.
ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ചൊരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ മനുഷ്യനുമായിരുന്നു, യഥാർത്ഥ ദൈവമായിരുന്നു എന്ന് നാം അറിയേണ്ടത്, വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഡയോഫിസിറ്റിസം പഠിപ്പിക്കുന്നത് യേശുവിൽ ഈ രണ്ട് പ്രകൃതങ്ങളും, ദൈവത്വവും മനുഷ്യത്വവും യേശുവിൽ ഉള്ളടങ്ങിയിരുന്നു എന്നാണ്. മോണോഫിസിറ്റിസം പഠിപ്പിക്കുന്നത് യേശുവിന് ഒരു നേച്ചർ, അതായത് ദൈവത്വം മാത്രമേ ഉള്ളൂ, മനുഷ്യത്വം വെറും ഒരു തോന്നൽ മാത്രമാണെന്നാണ് മോണോഫിസിറ്റിസം പഠിപ്പിക്കുന്നത്. മോണോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മോണോസ്. മോണോസ് എന്ന് പറയുമ്പോൾ ഇവിടെ മോണോഫിസിറ്റിസം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എലോൺ അല്ലെങ്കിൽ സോളിറ്ററി, സിംഗിൾ ഫിസിസ് അല്ലെങ്കിൽ ഡിവൈൻ നേച്ചർ മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഞാനിപ്പോ പറഞ്ഞ ഡോസിറ്റിസം പറയുന്ന ആ ഒരു തത്വചിന്ത, മോണോഫിസിറ്റിസം. ഇനി മിയാഫിസിറ്റിസം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ശ്രദ്ധയോടെ കേൾക്കണം. മിയാഫിസിറ്റിസം എന്ന് പറയുമ്പോൾ മിയ എന്നുള്ള വാക്കിനും അർത്ഥം വൺ എന്നാണ്. ഒന്ന്. ഫിസിസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, പ്രകൃതം അല്ലെങ്കിൽ സത്ത. മിയാഫിസിറ്റിസം യേശു ഫുള്ളി ഡിവൈൻ അല്ലെങ്കിൽ ട്രൂലി ഡിവൈൻ ആൻഡ് ട്രൂലി ഹ്യൂമൻ ആയ ഒരു ഫിസിസ്, പൂർണ്ണ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ ഒരു അസ്തിത്വം യേശുവിനുണ്ടായിരുന്നു എന്നാണ് മോണോഫിസിറ്റിസം പഠിപ്പിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിന്റെ ഒറ്റ സ്വഭാവമേ ഉള്ളൂ. മിയാഫിസിറ്റിസം പഠിപ്പിക്കുന്നത് യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ ഇതായിരിക്കുമ്പോൾ തന്നെ ദൈവികവും മാനുഷികവുമായി കൂടിച്ചേർന്ന ഒരു ദിവ്യ മാനുഷിക സ്വഭാവമാണെന്ന് മിയാഫിസിറ്റിസം പഠിപ്പിക്കുന്നു. മിയാഫിസിറ്റിസം അനുസരിച്ച് ക്രിസ്തുവിന്റെ ദൈവിക സ്വഭാവം മാനുഷിക സ്വഭാവത്തെ ആഗിരണം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാനുഷിക സ്വഭാവമില്ല, അതങ്ങ് ദൈവിക സ്വഭാവം അതിനെ അങ്ങ് ആഗിരണം ചെയ്തു. ദൈവത്തിന്റെ മാനവത്വം ഏതാണ്ട് അദൃശ്യമായി തീർന്നുവെന്ന് വാദിക്കുന്നവരാണ് ഫിസിസ്റ്റുകൾ. അവർ ക്രിസ്തുവിന്റെ ദൈവികതയെ ഊന്നി പറയുന്നു, പക്ഷെ മാനുഷികതയെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. മിയാഫിസിറ്റിസം പറയുന്ന ആശയമാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ്, അതായത് എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്, കോപ്റ്റിക് ചർച്ചും സിറിയക് ഓർത്തഡോക്സ് ചർച്ചും ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചസ് പോലും മിയാഫിസിറ്റിസം പറയുന്ന ആശയമാണ് അംഗീകരിച്ചിരുന്നത്. എന്നാൽ 451 AD നടന്ന കൽസദിയൻ കൗൺസിലിൽ, സഭാ കൗൺസിലിൽ 451 AD നടന്ന കൽസദോണിലെ സഭാ കൗൺസിലിൽ അന്നത്തെ സഭ ഡയോഫിസിറ്റിസമാണ് അംഗീകരിച്ചത്. ജീസസ് ഇസ് വൺ പേഴ്സൺ, ഹ്യൂപ്പോസ്റ്റാസിസ്, അസ്തിത്വം എന്നാണ്. പേഴ്സൺ എന്ന് പറയാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹ്യൂപ്പോസ്റ്റാസിസ് എന്നുള്ള വാക്കാണ്. ജീസസ് ഈസ് വൺ പേഴ്സൺ ഇൻ ടു നേച്ചേഴ്സ്, എ ഡിവൈൻ നേച്ചർ ആൻഡ് എ ഹ്യൂമൻ നേച്ചർ. ദൈവത്വവും മനുഷ്യത്വവുമായ രണ്ടു പ്രകൃതങ്ങൾ ഉള്ളടങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്ന് കൽസദോൺ കൗൺസിൽ അംഗീകരിച്ചു. ദൈവത്വവും മനുഷ്യത്വവും ഉള്ളടങ്ങുന്ന ഒരു വ്യക്തിയാണ് യേശു എന്ന് അംഗീകരിച്ചു. റോമൻ കാത്തലിക് സഭ അത് അംഗീകരിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് സഭകളും ഈ ചിന്താഗതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ ചിന്ത തന്നെയാണ്. അപ്പൊ ഡയോഫിസിറ്റിസം അല്ലെങ്കിൽ ദ്വിസ്വഭാവവാദം തന്നെയാണ് നെസ്റ്റോറിയൻസ് പറഞ്ഞത്. എന്നാൽ നെസ്റ്റോറിയൻസിന്റെയും നമ്മുടെയും ഈ ഡയോഫിസിറ്റിസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നെസ്റ്റോറിയൻ കാഴ്ചപ്പാട് കൂടുതൽ ദ്വിസ്വഭാവവാദം, അതായത് രണ്ട് വ്യക്തികൾ ഉണ്ടെന്ന് കരുതുന്നു. ഒന്ന് ദിവ്യവചനം, ലോഗോസ്, ഒരു മനുഷ്യൻ. ഇവർ ഒരുമിച്ച് വസിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒന്നായിട്ടില്ല. ഇതാണ് നെസ്റ്റോറിയൻ കാഴ്ചപ്പാട്.
ക്രിസ്തുവിന്റെ ദൈവികവും മാനുഷികമായ സ്വഭാവങ്ങളുടെ വേർതിരിവിനെ ഊന്നി പറയുകയാണ്. കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിൽ യേശുവിന് രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവികവും മാനുഷികമായ ഈ സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ, ഒരു ഹ്യൂപ്പോസ്റ്റാസിസിൽ പൂർണ്ണമായി ഒന്നാകുന്നു. ക്രിസ്തുവിന്റെ ഏകത്വത്തെ ഊന്നി പറയുമ്പോൾ അപ്പോൾ തന്നെ വ്യത്യസ്തമായ ദൈവികവും മാനുഷികമായ സ്വഭാവങ്ങളെയും അംഗീകരിക്കുന്ന കാഴ്ചപ്പാടാണ് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇവാഞ്ചലിക്കൽ സഭകളെല്ലാം അംഗീകരിക്കുന്നത്. യേശുവിൽ ക്രിസ്തുവിന്റെ ഏകത്വത്തെ ഊന്നി പറയുന്നു, പക്ഷേ ദൈവികവും മാനുഷികമായ സ്വഭാവങ്ങൾ രണ്ടുമുള്ള സ്വഭാവം. വ്യത്യാസം എന്താണ്? നെസ്റ്റോറിയനിസ ക്രിസ്തുവിനുള്ള രണ്ട് വ്യക്തികളുടെ വേർതിരിവിനെ കേന്ദ്രീകരിക്കുന്നു. കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ ദൈവികവും മാനുഷികമായ സ്വഭാവങ്ങളുള്ള ഏക വ്യക്തിയുടെ ഏകത്വത്തെയാണ് അംഗീകരിക്കുന്നത്, രണ്ട് സ്വഭാവങ്ങളും അടങ്ങിയിരിക്കുന്ന. യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായി ജനിച്ച് ജീവിച്ച് ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയും നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനും കർത്താവുമായി വാഴുകയും ചെയ്യുന്ന യേശു തന്നെ കാത്തിരിക്കുന്ന വൃതന്മാരെ ചേർക്കുവാൻ വേഗത്തിൽ മടങ്ങി വരുമെന്ന് വാഗ്ദത്തം നൽകിയവനായ ആ യേശുവിനെയാണ് നാം വിശ്വസിക്കുന്നത്, ആ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. ആ യേശുവാണ് ഈ വേദപുസ്തകത്തിലെ നായകനായ യേശു. ആ യേശുവാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായി ഏക സത്തയിൽ ഒന്നായിരിക്കുന്ന ആ ദൈവം. ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവം മനുഷ്യനായി ജഡമെടുത്തു. ദൈവം മനുഷ്യനായി ജഡമെടുത്തതാണ് യേശു. ഫിലിപ്പിയ ലേഖനം, ഇടയ്ക്ക് ചോദിക്കട്ടെ, ആരാണ് ഈ ഒരാളുടെ പേരില്ലാതെ ഏതാണ്ട് TXT എന്നൊരു ഒരു പേരിൽ കാണുന്നു? ആളുടെ പേരൊന്ന് പറയുകയോ വീഡിയോ ഓൺ ആക്കുകയോ ചെയ്യുമോ? ഇന്നലെ ഞാനത് കണ്ടിരുന്നു. നിങ്ങളുടെ പേര് എനിക്കിവിടെ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വേണം. ഒരു സഹോദരിയാണ് TXS എന്ന് പറഞ്ഞ് കാണുന്നത്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പേര് പറയണം. സഹോദരി പേര് പറഞ്ഞോ? ഈ TXX TXCTC താങ്കൾ അറിയുന്നില്ലായിരിക്കും അല്ലേ? ആ പേരിൽ കാണുന്ന സഹോദരി ആരാണെന്നുള്ളത് പേര് പറയുക. ഓക്കെ, ആട്ടെ, മുന്നോട്ട് പോകാം. ദൈവം മനുഷ്യനായി ജഡമെടുത്തു. ഫിലിപ്പിയ ലേഖനം 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാണ്. ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെ. അവൻ ദൈവരൂപത്തിരിക്കെ ദൈവ സമത്വം മുറുകെ വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലാണ് തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മതി. ഫിലിപ്പിയ ലേഖനം ആ വചനഭാഗത്തിന് കെനോസിസ് പാസേജ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എംറ്റിങ് എന്നാണ് കെനോസിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. കെനോസിസ് എന്ന് പറഞ്ഞ എംറ്റിങ്. അവൻ തന്റെ മഹത്വം അത് മാറ്റിവെച്ച് ഭൂമിയിലേക്ക് വന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പറയുന്നത് ദൈവപുത്രനായ യേശു സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന പദവിയും സ്ഥാനങ്ങളും ഉപേക്ഷിച്ച്
ജഡമെടുത്തത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന പദവിയും സ്ഥാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിരുന്നുവോ? ഉപേക്ഷിച്ചിരുന്നു. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. അതിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യേശു തന്റെ ലൗകിക ശുശ്രൂഷ അല്ലെങ്കിൽ ഐഹിക ശുശ്രൂഷ പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ ആ പൂർത്തിയാകാറാകുമ്പോൾ, ക്രൂശ് മരണത്തോടടുത്തിരിക്കുന്ന ആ ഘട്ടത്തിൽ കർത്താവിന്റെ ആ പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്: ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ലോകമുണ്ടാകും മുമ്പേ എന്ന് പറഞ്ഞാൽ ആദിയിൽ എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആ ആദിക്കൊക്കെ മുൻപ്, പാസ്റ്റ് എറ്റേണിറ്റി, ദൈവപുത്രന്റെ പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം സംബന്ധിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പ്രതിപാദിച്ചിരിക്കുകയാണ്. പാസ്റ്റ് എറ്റേണിറ്റിയാണ് ലോകമുണ്ടാകും മുമ്പേ എന്നുള്ളതിന് മോശ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. 90-ാം സങ്കീർത്തനത്തിൽ കാണുന്ന അതിന്റെ 1-2 വാക്യങ്ങളിൽ മോശ ഇങ്ങനെ, 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. അവിടെ പറയുന്നുണ്ട്: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അനാദി എന്ന് പറയുന്നത് പാസ്റ്റ് എറ്റേണിറ്റിയെ കാണിക്കുന്നതാണ്. അനാദിയായും ശാശ്വതമായും, ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. ശാശ്വതം എന്ന് പറയുന്നത് അനശ്വരമായതെന്നാണ് അർത്ഥം. പാസ്റ്റ് എറ്റേണിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ആദി ഇല്ലാത്തൊരവസ്ഥ, സമയമുണ്ടാകുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും പുത്രന്റെ പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം ഉപേക്ഷിച്ചാണ് ദൈവപുത്രൻ ജഡമെടുത്തത്. മനുഷ്യ രൂപത്തിലായി പാപികളായ നമ്മെ അടിമത്തത്തിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്ന്, പാപത്തിന്റെയും മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ദൈവപുത്രനായ യേശു നമ്മെ വീണ്ടെടുത്തു. നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുവാനായി ദൈവപുത്രൻ താൽക്കാലികമായി തന്റെ ദൈവികമായ മഹത്വം പിതാവിങ്കൽ ഭരമേൽപ്പിച്ചു, ഉപേക്ഷിച്ചു. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മനുഷ്യരായ നാം എല്ലാവരും, അതായത് ആദാമ്യ സന്തതി ഒക്കെയും സാത്താന്റെ അടിമനുഖത്തിന് കീഴിലായിരുന്നു. നാം എല്ലാവരും ദാസന്മാരായിരുന്നു, പിശാചിന്റെ അടിമനുഖത്തിന് കീഴിലായിരുന്നു. അങ്ങനെയുള്ള നമ്മെ വീണ്ടെടുക്കുവാൻ യേശു തന്നെത്താൻ സാത്താൻ അടിമയാകുകയായിരുന്നില്ല, അടിമയുടെ രൂപമെടുത്തു. അവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അടിമയുടെ മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, നമ്മുടെ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം, അതായത് ഭൗതിക ശുശ്രൂഷ തികയ്ക്കുന്നത് വരെ ഭൂമിയിൽ യേശു നമ്മെ പോലെ
ഒരു അടിമയുടെ തലത്തിൽ, ഒരു അടിമ എന്നതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ സാദൃശ്യത്തിൽ ബലഹീനതയുള്ള ഒരു ശരീരത്തിൽ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി തീർന്നു. യേശുവിന് നമ്മെപ്പോലെ ഒരു ശരീരമുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ ശരീരം നമ്മെപ്പോലെ പാപപ്രകൃതമുള്ള ജഡമായിരുന്നില്ല. ആദാമ്യ സ്വഭാവം പൈതൃകമായി ലഭിച്ചിരിക്കുന്ന രാഗമോഹങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു ശരീരമായിരുന്നില്ല യേശുവിന്റെ ശരീരം. യേശുവിന്റെ കന്യകാജനനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പഠിക്കുമ്പോൾ അത് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത തന്നെ അത് വരുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, യേശുവിന് നമ്മെ പോലെ ഒരു ശരീരമുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ ശരീരം നമ്മുടെ ശരീരം പോലെ പാപപ്രകൃതമുള്ള ഒരു ജഡമായിരുന്നില്ല. ആദാമ്യ സ്വഭാവം പൈതൃകമായി ലഭിച്ചിരിക്കുന്ന രാഗമോഹങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശരീരമായിരുന്നില്ല യേശുവിന്റെ ശരീരം. നമ്മളെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ രണ്ട് വ്യക്തികളെ, നമ്മളൊക്കെ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? യാക്കോബ് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളൊന്ന് വായിച്ചു. ആദ്യം 15 വായിച്ചു, പിന്നെ 14 വായിക്കാം. 15 വായിച്ച്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുക്കിട്ട് മരണത്തെ പെറുന്നു. അപ്പം പാപം ഉണ്ടാകുന്നത് മോഹം ഗർഭം ധരിച്ചിട്ടാണ് പാപത്തെ പ്രസവിക്കുന്നത്, പാപം എടുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പൊ ഈ മോഹം ഉള്ളിലിരിക്കുക. അതുകൊണ്ട് 14-ാം വാക്യം ഇനി ഒന്ന് വായിച്ച്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഞാൻ പാപം ചെയ്യുന്നെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു സാധനം ഇൻബിൽറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്താണ്? മോഹം. അതാണ് സകല പാപങ്ങൾക്കും കാരണം. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുകയാണ്, പാപം എടുത്തിട്ട് മരണം ഉണ്ടാകുന്നു. ഇന്ന് ഈ ജഡത്തിൽ മോഹമില്ലായിരുന്ന രണ്ട് വ്യക്തികളെ ഞാൻ പ്രസന്റ് ചെയ്യാം. ഒന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്, മറ്റൊരാൾ കൂടെ ഉണ്ട്. ആരാ? ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരാൾ. അയ്യോ, പാപികളിൽ ഞാൻ ഒന്നാമെന്ന് പറഞ്ഞ പൗലോസ് എന്തുമാത്രം പാപം ചെയ്തൊക്കെ എന്തോ ദാനിയലാണോ സാർ? ദാനിയലാണോ? പാപത്തിൽ വീഴുന്നതിന് മുമ്പ് പറ്റിയൊന്നുമല്ല. ആനോക്കിലല്ല ആദാമ്യ പാപം ഉണ്ടായിരുന്നു. ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനൊക്കെയാണ് എല്ലാം സംഭവിച്ചു. ദാനിയലിനെ പറ്റി പറയുന്നു, ദാനിയലിനോ ഏക വ്യക്തിയെ പറ്റി ഒരു കുറ്റവും നമ്മള് ബൈബിളിൽ കാണുന്നില്ല. അതെ, ദേവദാസന്മാര് പറഞ്ഞത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? നമ്മളെയൊക്കെ പാപം ചെയ്യിപ്പിക്കാൻ പിശാചിന് പ്രത്യേകിച്ച് അധ്വാനം ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള സാധനം വെച്ച് ഫിറ്റ് ചെയ്താണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലോട്ട് വരുന്നത് തന്നെ. ആദാമിന്റെ കയ്യിൽ അങ്ങനല്ലായിരുന്നു. അതുകൊണ്ട് ആദാമിന്റെ, അല്ലെങ്കിൽ ഹവ്വയുടെ, ആദാമിന്റെ പാർട്ടായിരുന്നല്ലോ ഹവ്വയും, അവരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, നോക്കി ഇത് നല്ലതാ, ഇത് തിന്നോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മോഹം ഡയറക്റ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് പാപം ചെയ്യിപ്പിച്ചു. അതുപോലായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നത്. മത്തായി 4-ലും ലൂക്കോസ് 4-ലും നമ്മൾ കാണുന്നുണ്ട്. ഡയറക്റ്റ് വന്ന പുള്ളിക്കാരൻ പറയുകയാണ്, കല്ലിനെ അപ്പമാക്കാനും മേളിന്ന് ചാടാനും ഇതെല്ലാം പറയുന്നത്, വീണ് നമസ്കരിക്കാനും ഒക്കെ പറയുന്നത്. കാരണം എന്താണെന്നറിയാം? ഇതൊന്നും നമ്മളോട് പിശാച് പ്രത്യേകം പറഞ്ഞു തരണ്ട, അതിനുള്ളത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മുടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപ പ്രമാണം എന്റെ അവയവങ്ങളിൽ തന്നെ ഉണ്ട്. ബുദ്ധിയുടെ പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം പറഞ്ഞുതരും, ഇത് തെറ്റാണ് കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കത്തില്ല, ഇതിനകത്തിരിക്കുന്ന സംഗതി. അപ്പം ഈ പാപപ്രകൃതമില്ലാത്ത ഒരു ശരീരത്തിലായിരുന്നു യേശു വന്നത്. പാപപ്രകൃതമുള്ള ഒരു ജഡ ആയിരുന്നില്ല യേശുവിന് ലഭിച്ചത്. മുമ്പേ നമ്മൾ കണ്ടല്ലോ, ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. കുറച്ചുകൂടെ അതിന്റെ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. റോമാലേഖനം 8-3 വാക്യം ഒരാൾ വായിച്ചാട്ട്, സഹോദരന്മാരിൽ ഒരാൾ റോമർ 8-3 വായിച്ചാട്ട്, സഹോദരന്മാരിൽ ഒരാൾ വായിച്ച്. ഓക്കെ, ഞാനും സഹോദരനാണല്ലോ, ഞാൻ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം
ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും, ശ്രദ്ധിക്കണം, റോമർ 8:3 പറയുക, പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചത് പാപജഡത്തിലല്ല. പാപജഡം എന്ന് പറയുന്നത് രാഗമോഹങ്ങളാൽ വഷളായിത്തീരുന്ന ആദാമ്യ ശരീരത്തിലല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിലായിരുന്നു നമ്മുടെ വീണ്ടെടുപ്പിനായ യേശുവിനെ അല്ലെങ്കിൽ ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അതാണ് ഡിഫറൻസ്. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ്, വീഴ്ചയ്ക്ക് മുമ്പ് ആദാമിന് ഇങ്ങനെയുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു. പക്ഷെ ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ എന്താണ് പറയുന്നത്, അവന്റെ ആ ദൈവിക സാദൃശ്യം വികലമായി പോയി. അവന്റെ ആ ദൈവിക സ്വഭാവം ഡിസ്റ്റോർട്ടഡ് ആയി പോയി. അവന്റെ, ഞാൻ മനസ്സിലാക്കാൻ ഒരു ഭാഷ പറയാം, അവന്റെ DNA കറപ്റ്റ് ആയി പോയി. ആ DNAക്കകത്ത് ഒരു കറപ്ഷൻ, എന്താണ്? മോഹം പിശാച് കയറ്റി വെച്ചു. അതുകൊണ്ട് ആദാമിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനെല്ലാം മോഹമുണ്ട്. ഗലാത്യർ 5:24 പറയുന്നു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 5:24 ഞാൻ കരുതുന്നു. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് പറയുന്നത്, those who belong to Christ Jesus have crucified their sinful nature. ജഡത്തെ എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് their sinful nature with its passions and desires. അതിന്റെ രാഗമോഹങ്ങളോടുകൂടി. അപ്പൊ ആ ജഡം എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ആ പാപപ്രകൃതമുള്ള ജഡം, ആ ശരീരം. ജഡം എന്ന് പറയുന്നത് അധികവും നെഗറ്റീവായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. ചിലയിടങ്ങളിൽ ന്യൂട്രൽ സെൻസിലുണ്ട്, ചിലയിടങ്ങളിൽ പോസിറ്റീവ് സെൻസും ഉണ്ട്. അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പം ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാ ഗലാത്യർ 5:24 പറയുന്നത്. അത് ക്രിസ്തുവേശുവിനുള്ളവർ അവർ ക്രൂശിച്ചിരിക്കുക, ക്രൂശിക്കപ്പെട്ടതായിട്ട് എണ്ണുകയാണെന്ന് റോമാലേഖനം 6-ാം പറയുന്നു. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. അപ്പൊ നമുക്ക് ഒരു ഉള്ളിലിപ്പോഴും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയും, മോഹം പറയും, തണ്ട് അത് ചെയ് ഇത് ചെയ് എന്ന് പറയുമ്പോൾ നമ്മള് അപ്പോഴെന്താ പറയുന്നത്? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായിട്ട് എണ്ണുക. അപ്പൊ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനോ അതിന്മേൽ ജയമെടുത്ത് പോവുകയാണ്. പക്ഷെ ടെംപ്റ്റേഷൻ, നമ്മൾ മരിക്കുന്നത് വരെ, അല്ലെ കർത്താവിന്റെ വരവ് വരെ എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും അത് നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്കതിനെ അതിജീവിക്കുവാൻ വേണ്ടത് ദൈവം തന്നിട്ടുണ്ട്. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നാണ്. റോമാലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾക്കത് കൂടുതലായിട്ട് അത് പഠിക്കുന്ന സമയങ്ങളിൽ മനസ്സിലാവും. അപ്പം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് പാപജഡത്തിലാണ്. യേശു വന്നത് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. നമുക്കുള്ളത് പോലൊരു ശരീരം ഉണ്ടായിരുന്നു യേശുവിന്. സെയിം രക്തവും മാംസവും അസ്ഥിയും ഒക്കെയുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു. എബ്രായ ലേഖനം 10:5 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്, എബ്രായർ 10:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 10:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണാതറിയേണ്ട പാപങ്ങളെ നീക്കുവാൻ കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ഒരു ശരീരം യേശു ഈ ലോകത്തിൽ വരുമ്പോൾ തനിക്ക് വേണ്ടി പിതാവാം ദൈവം ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആ ശരീരം മറിയ എന്ന സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായത് സംബന്ധിച്ച് താഴോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നിട്ട് അത്യുന്നതനായവന്റെ ദൈവത്തിന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടിട്ട് ഉത്ഭവിച്ചതായ വിശുദ്ധ പ്രജ, അതായിരുന്നു ദൈവപുത്രനായ യേശു. ശുദ്ധ പ്രജയായിരുന്നു. പരിശുദ്ധാത്മാവ് ഇതുപോലെ വന്നിട്ട് ഒരു വലിയ ലോകത്തിൽ വരുമ്പോൾ സിസ്റ്റർ എവിടെ പോയിരുന്നു? അതൊക്കെ ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇടയ്ക്ക് എന്തോ
അടുപ്പിൽ തിളച്ചു തൂക്കിയത് വാങ്ങി വെക്കാനും കണ്ടൊന്ന് ഓടിപ്പോയിട്ട് വന്ന പാവം സഹോദരി. ചായ ഇടാൻ പോയായിരിക്കും. പോട്ടെ, ഇതൊക്കെ എന്റെ വീട്ടിൽ സംഭവിക്കുന്ന, അതുകൊണ്ട് കുഴപ്പമില്ല, നടക്കിടൊന്നുമില്ല. പോട്ടെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആകെ ലോകത്തിൽ വരുമ്പോൾ ഹന്യയാകവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അത് സംബന്ധിച്ച് യേശു ലോകത്തിൽ വരുമ്പോൾ തനിക്ക് വേണ്ടി പിതാവാം ദൈവം ഒരുക്കിയിരുന്ന ആ ശരീരം, അത് സംബന്ധിച്ചാണ് ആ മറിയയുടെ ഉദരത്തിൽ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടിട്ട് ഉത്ഭവിച്ചതായ വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ പരിശുദ്ധാത്മാവ് നിഴലിട്ടിട്ട് ഒരു പ്രവൃത്തി ചെയ്തത് നമ്മള് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എവിടാ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ. ഭൂമി പാഴായി ശൂന്യമായിരുന്നപ്പോൾ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നതായി വായിക്കുന്നു. അതുപോലെ മറിയ എന്ന സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചിട്ട് ലോകത്തിന്റെ വെളിച്ചമായ ദൈവപുത്രൻ ഉരുവായി. ഭൂമി പാഴായി ശൂന്യമായിരുന്നപ്പോൾ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ മറിയ എന്ന സ്ത്രീയുടെ ഉദരത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചിട്ട് ലോകത്തിന്റെ വെളിച്ചമായ ദൈവപുത്രൻ ഉരുവായി. യേശുവിന് നമ്മെ പോലെ ഒരു ശരീരമുണ്ടായിരുന്നു. എന്നാൽ ആ ശരീരം രാഗമോഹങ്ങളാൽ വഷളായിത്തീരുന്ന ഒരു ശരീരമായിരുന്നില്ല. യേശു ജഡമെടുത്തു, എന്നാൽ പാപജഡമായിരുന്നില്ല. പാപജഡത്തിന്റെ സാദൃശ്യമുള്ള ഒരു ശരീരമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. പാപജഡത്തിന്റെ സാദൃശ്യമുള്ള ശരീരമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. കർത്താവ് തന്റെ ഭൗതിക ശുശ്രൂഷ തികയ്ക്കുന്നത് വരെ തന്റെ ദൈവിക മഹത്വം ഒഴിച്ചു വെച്ചുവെന്നും ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ എന്ന് പറയുന്നത് അതാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ എന്ന് പറയുന്നത് അതാണ്. തന്റെ ദൈവികമായ മഹത്വം ഒഴിച്ച് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി. ഫിലിപ്പിയ ലേഖനത്തിലെ ആ ഭാഗം തമിഴ് ബൈബിൾ ഒരിക്കൽ വായിച്ചു കേട്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടെ അർത്ഥഗർഭമായി അത് തോന്നി. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ അർത്ഥഗർഭമായി തമിഴ് കേൾക്കുന്നുണ്ട്. തമിഴ് അറിയാവുന്നവരിവിടെ ഉണ്ട്. ധാനി നക്ഷത്രമായി സിസ്റ്ററും അതുപോലെ തന്നെ രാജേന്ദ്രകുമാർ മലയാളിയാണെങ്കിലും 10-40 കൊല്ലം മദ്രാസിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടൊക്കെ റിട്ടയർ ആയ ആളാണ്. അദ്ദേഹത്തിനൊക്കെ ഇപ്പം മലയാളം അന്യം നിന്ന് പോയിരിക്കുക. അപ്പൊ അവർക്ക് തമിഴ് നന്നായിട്ട് അറിയാം. തമിഴിൽ ഇങ്ങനെ പറയുന്നത്, അവർ ദേവനുടെ രൂപമായിരുന്നും ദേവനുക്ക് സമമായിരിപ്പതേ കൊളയാടിന പൊരുളാകെ എണ്ണാമൽ തമ്മൈത്താമെ വെറുമയാക്കി അടിമയിൻ രൂപമെടുത്ത മനുഷ്യർ സായലാനാർ. അവൻ ദേവനുടെ രൂപമായിരുന്നും ദേവനുക്ക് സമമായിരിപ്പതേ കൊളയാടിന പൊരുളാകെ എണ്ണാമൽ. ദൈവത്തിന് തുല്യനായിരിക്കുന്നത് അത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാതെ തമ്മൈത്താമെ വെറുമയാക്കി, emptied himself, എന്നിട്ട് അടിമയിൻ രൂപമെടുത്ത് മനുഷ്യർ സായലാനാർ. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന് ഞാൻ പറഞ്ഞല്ലോ കെനോസിസ് പാസേജ് എന്നാണ് പറയുന്നത്. കെനോസിസ് എന്ന ഗ്രീക്ക് പദത്തിന് എംറ്റിയിങ്, ഒഴിവാക്കുക എന്നാണ് അർത്ഥം. ജീസസ് emptied himself of all the glory, all the power and might. എന്തിനു വേണ്ടിയാ? നമ്മുടെ വീണ്ടെടുപ്പിനായി. തന്റെ എല്ലാ മഹത്വവും അധികാരവും സ്വയം ശൂന്യമാക്കിക്കൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എബ്രായർ 2:14-15 വാക്യങ്ങളിൽ അതൊന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. എബ്രായർ 2:14-15 വാക്യങ്ങൾ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി, തന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ
ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ നീക്കി. അതിന്റെ തൊട്ട് താഴെ പറയുന്നത് ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് കഴിവുള്ളവൻ ആകുന്നു. സകലത്തിലും തന്റെ സഹോദരന്മാരോട്, യേശു അവിടെ തന്നെത്താൻ ഒരു മനുഷ്യനായി എണ്ണപ്പെടുന്ന ഒരവസ്ഥയിൽ പറയുകയാണ് സഹോദരന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ മേളിൽ പറയുന്നുണ്ട് വിശുദ്ധീകരിക്കുന്നവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. ഓക്കെ, അവിടേക്കൊന്നും പോകുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ ദൈവത്തിനൊരു പദ്ധതിയില്ലായിരുന്നു. ദൂതന്മാര് പാപം ചെയ്തു, അവര് റൈറ്റ് ഓഫ് ചെയ്തു. എന്നാൽ അബ്രഹാമിന്റെ സന്തതി, അതായത് വിശ്വാസികളായ വിശ്വസിക്കുന്നവരായ മനുഷ്യരെ അവരുടെ എന്തോ ദൂതന്മാരെന്ന് പറയുമ്പോൾ ഒരു ദൂതനാണ്, ദൂതന്മാർ വരൂ. ദൂതന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ പത്രോസിന്റെ 2-ാം ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ട് തടവിൽ ഉള്ള ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ബ്രദർ ചോദിച്ചത് ലൂസിഫർ എന്നുള്ള ഒരു വ്യക്തി ഉദ്ദേശിച്ചാണെങ്കിൽ അവൻ മാത്രമല്ലല്ലോ, അവനോട് കൂടെ ഒരു ദൂതഗണം വീണു പോയിട്ടുണ്ട്. അതാണ് വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ നമ്മള് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നത്. അപ്പം അവനോട് കൂടെ അവന്റെ ഒരു മിലിറ്ററി ക്യാപ്റ്റനെ നമ്മൾ ചിന്തിക്കുക. ഒരു മിലിറ്ററി ക്യാപ്റ്റനും അവന്റെ കീഴിലുള്ള കുറെ പേരും കൂടെ ഒരുമിച്ച് ആ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെതിരായിട്ട്, ഇപ്പൊ നമ്മൾ അടുത്തിടയ്ക്ക് കണ്ട് ഏതോ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ അത് ആഫ്രിക്കയിലായിരുന്നു, സെനിഗലോ ഏതോ ഒരു രാജ്യത്തിലാണ് ഒരു മിലിറ്ററി കൂപ്പ് മുന്നോട്ട് വന്നിട്ട് പിന്നെ പ്രസിഡന്റിന് എല്ലാവരും സറണ്ടർ ചെയ്തതായിട്ട് കാണുന്നത്. അതെല്ലാം അറേഞ്ച്ഡ് ആയിരുന്നു പരിപാടി എന്നൊക്കെ, ഡ്രാമ ആയിരുന്നെന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. എന്നാൽ ഒരു മിലിറ്ററിയുടെ ഒരു വിങ് ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെതിരായിട്ട് വരികയാണ്. അവര് ആ ഗ്രൂപ്പ് മുഴുവനായിട്ട് തള്ളപ്പെടുകയാണ്. ദൂതഗണത്തിൽ 1/3 വീണുപോയെന്നാണ് കരുതപ്പെടുന്നത്. നമ്മളെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പം ദൂതഗണമാണ്, ദൂതന്മാരുടെ ഒരു സമൂഹമാണ് ലൂസിഫറിനോട് കൂടെ വീണു പോയിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ തന്നെ നമുക്ക് തടവിലുള്ള ദൂതന്മാരെ പറ്റി 2 പത്രോസിലും യൂദയുടെ ലേഖനത്തിലും നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ, തെറ്റിപ്പോയപ്പോൾ അവരെ സംരക്ഷണ ചെയ്യുവാൻ ദൈവത്തിനൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിശ്വസിക്കുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിക്കുന്നവരായ എലക്ട് അല്ലെങ്കിൽ വൃതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ പുത്രൻ വന്നപ്പോൾ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനാകുവാൻ ആവശ്യമായിരുന്നു. സകലത്തിലും. നമുക്ക് വിശന്നു കഴിഞ്ഞാൽ യേശു പറയും, എന്റെ കുഞ്ഞെ നിങ്ങളെക്കാൾ കൂടുതൽ വിശപ്പ് അനുഭവിച്ചിട്ടുള്ളതാ ഞാൻ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. പിന്നെ ദാഹിച്ചാൽ ദാഹം അനുഭവിച്ചിട്ടുള്ളവനാണ് യേശു. ശമരിയക്കാരി സ്ത്രീയോട് വെള്ളത്തിനായിട്ട് ചോദിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. സാമ്പത്തിക ക്ലേശം അനുഭവിച്ചിട്ടുള്ളവനാണ് യേശു. കരമടയ്ക്കുവാൻ പോലും കൈ കാശില്ലായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ദാരിദ്ര്യവും വിശപ്പും ക്ഷീണവും, ക്ഷീണിച്ച് ആടിയുലയുന്ന വെള്ളത്തിൽ കിടന്നുറങ്ങിയ യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. വിശപ്പും ക്ഷീണവും എല്ലാം അനുഭവിച്ചവനായ ഒരു യേശു. ആ യേശുവിനെ പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറയുമ്പോൾ 4-ാം അധ്യായം എബ്രായ ലേഖനം 4:15 പറയുന്നുണ്ട്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി. പാപമൊഴികെ, മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, പാപമൊഴികെ നമ്മുടെ ശരീരത്തിലുള്ള പോലെ ആ മോഹം യേശുവിന്റെ ആ ശരീരത്തിലില്ലായിരുന്നു. പാപമൊഴികെ സർവത്തിലും, പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ലായിരുന്നു, പാപികളോട് വേറിട്ടവനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശരീരത്തിൽ യേശു ഈ ഭൂമിയിൽ വരികയായിരുന്നു.
അപ്പോൾ യേശു യഥാർത്ഥ ദൈവമായിരുന്നപ്പോൾ തന്നെ യഥാർത്ഥ മനുഷ്യനുമായിരുന്നു. യേശുവിൻ്റെ ആ മനുഷ്യത്വത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു. യേശുവിൻ്റെ ദൈവത്വത്തെ പറ്റി ഇത് 8 മണിയായി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തീർക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ദൈവത്വത്തെ പറ്റി ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും. നിങ്ങളോട് ചില അപ്ഡേറ്റ്സ് പറയുന്നത് ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പെട്ടെന്ന് ആ ക്ലാസ്സിൽ രാജൻ സാറിന്റെ ക്ലാസ് കട്ടായി പോയത്. രാജൻ സാറ് തൻ്റെ മകന്റെ അടുത്തേക്ക് സ്റ്റേറ്റ്സിലേക്ക് USA പോയിരിക്കുകയാണ്. നമുക്ക് ഇന്ത്യയിൽ ഇത് ഗൂഗിൾ മീറ്റ് സൗജന്യമാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇത് മീറ്റ് നടത്താം. USA ഇത് പെയ്ഡാണ്. 60 മിനിറ്റിന് അത് കട്ടായി പോകും. അതാണ് കട്ടായി പോയത്. അത് നമ്മൾ എന്തെങ്കിലും മറ്റ് അറേഞ്ച്മെന്റ് അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. 1-2 ക്ലാസ് കൂടെ അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് എടുക്കും. പിന്നീട് ഞങ്ങൾ ആരെങ്കിലും ഹോസ്റ്റായിട്ട് അദ്ദേഹത്തിന് ഗസ്റ്റായിട്ട് കയറി പഠിപ്പിക്കാൻ, അങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം പോയപ്പോൾ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ അറേഞ്ച്മെന്റ് ചെയ്തു. പിന്നെ മത്തായി സാറിന്റെ രോഗവിവരം, അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. ട്രിവാൻഡ്രത്തെ പട്ടത്തുള്ള ഒരു ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം റൂമിലേക്ക് ഇന്ന് കൊണ്ടുവന്നു. വളരെ വാചാലനായി സംസാരിക്കുകയായിരുന്നു. ലാസ്റ്റ് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോരേണ്ടി വരുന്നു. അതുപോലെ സംസാരിക്കുകയായിരുന്നു. സന്തോഷത്തോടെ ആയിരിക്കുന്നു. മകനും കുടുംബവുമുണ്ട്, ആന്റിയുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ തുറന്നും പ്രാർത്ഥിക്കുക. അദ്ദേഹം സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ബലമായെന്നല്ല, അദ്ദേഹത്തിന് ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകം നിങ്ങൾ മത്തായി സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ചകളിൽ ക്ലാസ് എടുക്കുന്നത് മത്തായി സാറാണ്. അദ്ദേഹം 1 മാസം എന്തായാലും അദ്ദേഹം ക്ലാസ് എടുക്കാൻ, അദ്ദേഹം പറഞ്ഞ 2 ആഴ്ച എന്നൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് 2 ആഴ്ച വേണ്ട, ഈ മാസം ക്ലാസ് എടുക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്ലാസ് എടുക്കുമ്പോൾ അതൊരു സ്ട്രെയിൻ ആവുമല്ലോ. അപ്പോൾ ആ 1 മാസത്തേക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റ് അധ്യാപകർ ആരെങ്കിലും ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ പുതിയ വിദ്യാർത്ഥികളുടെ അറിവിനായിട്ട് പറയുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരു 4:30-5 മണിയാവുമ്പോൾ നിങ്ങളെ ചേർത്തിട്ടുള്ള ഗ്രൂപ്പിലൊന്ന് നോക്കണം. കാരണം ചിലപ്പോൾ ടൈം ടേബിൾ ചേഞ്ചസ് കാണും. നമുക്ക് ഒരു നോട്ടീസും അതിലില്ലെങ്കിൽ നോർമൽ ഉള്ള ടൈം ടേബിൾ ലിങ്കിൽ നിങ്ങൾ കയറാം. സൂം മീറ്റിംഗ് പോലെയല്ല, ഗൂഗിൾ മീറ്റിന് ഓരോ ഹോസ്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള മീറ്റ് ID ആണുള്ളത്. അതുകൊണ്ട് വൈകിട്ട് നിങ്ങൾ അതിലൊന്ന് നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും നോട്ടീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളെ ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക. നോട്ടീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നോർമൽ ടൈം ടേബിൾ തന്നെ ആയിരിക്കും. നോട്ടീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റം കാണും. അധ്യാപകർ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സെമസ്റ്ററിലും പഠിപ്പിക്കുവാൻ ദൈവം കൃപ തരുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉത്സാഹമുള്ളവരായ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ എല്ലാവരോടും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ പഴയ സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ പേപ്പറുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചിലരുടെ പോസ്റ്റിൽ വരും. അല്പം കഴിയുമ്പോൾ അടുത്ത ബെല്ലടിക്കും. പ്രൊഫഷണൽ കൊറിയറുകാരൻ ബെല്ലടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ണാനിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ബെല്ല് വരും. DTDC കൊറിയറുകാരൻ്റെ വരും. ചിലർ പേഴ്സണലി കൊണ്ടുവരും. അങ്ങനെ പകൽ മുഴുവൻ ഇങ്ങനെ പലതവണ ഇങ്ങനെ ബെല്ലുകൾ അടിക്കുന്നു, പോയി സാധനം മേടിക്കുന്നു. എന്നാൽ സന്തോഷമാണ്. ഒരാഴ്ച കൊണ്ട് ദയവ് ചെയ്ത് 10-ാം തീയതിക്കുള്ളിൽ എല്ലാവരും അത് എത്തിച്ചേരുവാൻ ശ്രമിക്കുക. കുറച്ച് പേരുടെ കിട്ടിക്കഴിഞ്ഞു. കിട്ടി ഇപ്പൊ വൈകിട്ട് കിട്ടി. ഇനി ആരും എന്നോട് കിട്ടിയോന്ന് ചോദിക്കരുത്. കാരണം എല്ലാവരുടെയും ഞാൻ ഓർക്കുന്നില്ല. ഒരു കെട്ടിരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ബാക്കിയുള്ളതും കൂടെ അടുത്ത ദിവസങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം രാജൻ സാർ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. PK രാജൻ സാർ, താങ്കളല്ലേ ഇപ്പൊ സംസാരിച്ചത്? പ്രാർത്ഥിക്കും നമുക്ക്. കാരണവനായ സുഖീതാവി വൈകുന്നേരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കുറിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ പഠിപ്പിച്ച സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വർഷം കർത്താവെ ആരംഭത്തിൽ കർത്താവെ ക്ലാസ് ആയിരുന്നല്ലോ. ദൈവമേ സ്തോത്ര അത്ഭുത അതിശയമായി കർത്താവെ ഹല്ലേലൂയ. അതിന്റെ അവസാനം വരെയും കർത്താവെ ഞങ്ങളെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവെ അവിടെ നടത്തി വേണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രമത്തായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. കുടുംബത്തിന്റെ കൃപയിൽ കരുണയിൽ സൂക്ഷിക്കണേ കർത്താവ്. തുടർന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ ദയവായി
കൈകൊണ്ട് മ്യൂട്ടായി പോയതാണ്. മ്യൂട്ടായി പോയ ആൻസർ. ആട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രവേശിക്കുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം വെച്ചാൽ അടുത്ത ദിവസം കാണാം. നാളെ നാളെ പാസ്റ്റർ നബു. Thank you, sir. Good night.